നമ്മളിന്നിവിടെ കോട്ടയത്താണ് ഞാനുള്ളത്. കേരളമൊട്ടാകെ UDF ഇന്ന് ഭരണഘടനാ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്ത്യയുടെ അഭിമാന ദിവസം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മുടെ ഏറ്റവും വലിയ കൈമുതൽ എന്ന് പറയുന്നത് ലോകത്തിലെ അത്ഭുതമെന്നോണം ഇത്രയും കാലം ഒരു ഭരണഘടനയിൽ അധിഷ്ഠിതമായി മതേതരത്വവും ജനാധിപത്യവും ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തി നമ്മളിപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്വാതന്ത്ര്യ സമരകാലത്തിന് ശേഷം ഈ ഭരണഘടന നിലവിൽ വന്ന ഘട്ടത്തിൽ തന്നെ പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും തരണം ചെയ്തുകൊണ്ടാണ് പോയത്. ഗാന്ധി വധം അടക്കം നമുക്ക് അറിയാം. മഹാത്മാ ഗാന്ധിജി ഈ സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തന്നെങ്കിലും ഇത്തരം ഒരു ഭരണഘടന നമുക്ക് ലഭിക്കാൻ ഗാന്ധിജിയും അംബേദ്കറും ഒക്കെ കാരണക്കാരായി എങ്കിലും അന്ന് തന്നെ നമ്മെ ബാധിച്ചിരുന്ന ചില നൈരാശ്യം ഉണ്ട്. മതേതരത്വത്തിന് അന്ന് തന്നെ ഭീഷണി ഉണ്ടായിരുന്നു. ഗാന്ധിജി അതിൻ്റെ ജീവത്യാഗം ചെയ്ത മഹൽ വ്യക്തിയാണ് ലോകത്ത്. അങ്ങനെയൊക്കെ ഉള്ള ആ സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും 75 വർഷം നമ്മൾ ഇതേ സ്പിരിറ്റിൽ നിലനിന്നു. ഇനിയും നമ്മൾ നിലനിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും ആ കാലത്തുള്ള അതേ രീതിയിലുള്ള ഭീഷണികൾ ഇപ്പോഴും നമ്മൾ ഈ ദിവസം ഇവിടെ ആചരിക്കുമ്പോഴും പാർലമെൻറ്റ് അത് ആചരിക്കുമ്പോഴും ഒക്കെ UP-യിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് അറിയാം. മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇപ്പോഴും ആ ഡെമോക്രസിൻ്റെ വാള് നമ്മുടെ തലയിൽ തന്നെ തൂങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജനാധിപത്യത്തിന്, മതേതരത്വത്തിന് ഒക്കെയുള്ള സോഷ്യലിസത്തിന് ഒക്കെയുള്ള ഭീഷണി. ആ വാക്കുകളൊന്നും ഇഷ്ടപ്പെടാത്ത പലരുമാണ് ഇന്ന് അധികാരത്തിൽ ഉള്ളത് എന്നുള്ളത് ഒരു വസ്തുത മാത്രമാണ്. അതാണ് UDF, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദേശീയ അടിസ്ഥാനത്തിലും ഇന്ത്യ മുന്നണി ദേശീയ അടിസ്ഥാനത്തിലും കേരളത്തിലെ UDF-ഉമൊക്കെ ഈ ഭരണഘടനാ സംരക്ഷണ സദസ്സ് സംഘടിപ്പിക്കുന്നതും ജനങ്ങളെ കൂടുതൽ ഈ ദിവസം ഈ ഭരണഘടനയ്ക്ക് വേണ്ടി അതിനോടുള്ള പ്രതിബദ്ധതയ്ക്ക് വേണ്ടി പ്രതിജ്ഞാബദ്ധരാക്കാൻ വേണ്ടി ഈ ദിവസം ആചരിക്കുന്നതൊക്കെ അതുകൊണ്ടാണ്. ഒറ്റ ചോദ്യം. ഒന്ന്, വെള്ളാപ്പള്ളി ഇന്ന് ഈ മതേതരത്വത്തെ നമ്മൾ പറയുന്ന സമയത്ത് തന്നെയാണ് മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടി തന്നെയാണ്, മുസ്ലിം ലീഗ് ഒരിക്കലും സംവരണത്തിലല്ലാതെ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നത്. വെള്ളാപ്പള്ളി അത്തരത്തിൽ രൂക്ഷമായി മുസ്ലിം ഒരു മത പാർട്ടി തന്നെയാണ് എന്നുള്ളതാണ് പറയുന്നത്. അദ്ദേഹം തന്നെ എത്ര പ്രാവശ്യം മറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ബുക്കിൽ വരെ അത് ഞങ്ങളെപ്പറ്റി നല്ലത് പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, റിസർവേഷനിലല്ലാതെ പാർട്ടി എത്രയോ തവണ മത്സരിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും അറിയാത്തതുകൊണ്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം മുമ്പത്തെ പ്രാവശ്യം ഒന്നും അറിയില്ല, UC രാമൻ ജനറൽ സീറ്റിലാണ് മത്സരിച്ചിരുന്നത്. അതൊന്നും വസ്തുതയുള്ള കാര്യമല്ല. അങ്ങനെയുള്ള ഒരു സർട്ടിഫിക്കറ്റിൻ്റെ കുറവ് ഞങ്ങൾക്കില്ല. അങ്ങനെയുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഞങ്ങളുടെ പ്രവർത്തനമാണ് ഞങ്ങളുടെ റെക്കോർഡ്. ഇത്രയും കാലത്തെ ഞങ്ങളുടെ സേവനമാണ് ഞങ്ങളുടെ ചരിത്രം. അത് തുറന്ന പുസ്തകമാണ്. പക്ഷേ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ തന്നെ പല പ്രാവശ്യം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ തന്നെ ഞങ്ങളെപ്പറ്റി നല്ലത് പറഞ്ഞിട്ടുണ്ട്. ഒറ്റ ചോദ്യം കൂടി. KM ഷാജിക്കെതിരെയുള്ള കേസ് ഇപ്പോൾ സുപ്രീം കോടതി ഇല്ലാതാക്കിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്താണ്? അല്ല, ആർക്കെതിരെയും കേസെടുക്കാം എന്ന ആ ചിന്തക്ക് തന്നെ ഈ ശ്രീ KM ഷാജിയുടെ കേസിലുണ്ടായ വിധി ഒരു തടസ്സമാവും ഇനി. കാരണം സുപ്രീം കോടതി വിധി എന്ന് പറഞ്ഞാൽ രാജ്യത്തെ നിയമമായി മാറുകയാണ്. അപ്പോൾ എന്തിനും കേസെടുക്കാം, തെളിവില്ലാതെയും കേസെടുക്കാം, അതിൽ ED അന്വേഷണമാവാം എന്നുള്ളതിന് തന്നെ ഒരു തടസ്സമായി വരുന്ന ഒരു വിധിയാണ് KM ഷാജിയുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്.